പ്രൈസ് ദി ലോർഡ്. ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ പ്രാണന്റെ ഉടയവനാ ദൈവമെൻ കൂടെയുണ്ട്. താളടിയായിടുവാൻ അനുവദിക്കില്ല ദൈവം. ഇയ്യോബിന്റെ നാട്ടിലേക്ക് സ്വാഗതം. ദൈവത്തിന്റെ അനുവാദത്തോടെ വേലി പൊളിച്ച് അകത്ത് കടന്ന് കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊന്നുമുടിച്ച് സകലവും നശിപ്പിച്ച് സംഹാരതാണ്ഡവമാടി സാത്താൻ കാത്തിരിക്കുകയാണ്. ആ ഭക്തൻ ദൈവത്തെ തള്ളിപ്പറയുന്നത് കാണാൻ. സമൃദ്ധിയുടെയും സമ്പത്തിന്റെയും മഹാസമുദ്രത്തിലായിരുന്നു താനെങ്കിലും അതിലൊരു തുള്ളി പോലും ഉള്ളിൽ കയറാതെ ഉള്ളു നിറയെ ദൈവഭക്തി നിറച്ച ആ മനുഷ്യൻ സാത്താനെ ലജ്ജിപ്പിച്ചു കളഞ്ഞു. തല താഴ്ത്തി വാലും ചുരുട്ടി പിന്മാറാതെ അവൻ അടുത്ത ഊഴത്തിന് വട്ടം കൂട്ടുകയാണ്. തന്റെ കുഞ്ഞുങ്ങളെ ഓർത്തൊന്ന് കരയാനോ ഭാര്യയെ ആശ്വസിപ്പിക്കാനോ സാവകാശം കിട്ടാതെ കൽക്കൂനകൾക്കിടയിൽ നിന്നും തകർന്നുപോയ അസ്ഥി മാംസകഷ്ണങ്ങൾ പെറുക്കിക്കൂട്ടുകയാണ് ആ ഇയ്യോബ്. വാളാൽ വെട്ടിക്കൊല്ലപ്പെട്ട വേലക്കാരുടെ ശിരസറ്റ മൃതശരീരങ്ങൾ ഒരു ഭാഗത്ത്, ആടുകളോടൊപ്പം കത്തിച്ചാമ്പലായ ബാല്യക്കാർ, ശരീരം എന്നുപോലും തിരിച്ചറിയാൻ ആവാത്ത വിധം ചാരമായ അവശിഷ്ടങ്ങൾ ബാക്കി. ഇതെല്ലാം മറവ് ചെയ്യണം. അവരുടെ കുടുംബാംഗങ്ങളുടെ കൂട്ടനിലവിളി. വേലക്കാരും മുക്കാലും മരിച്ചു കഴിഞ്ഞു. പുതിയ വേലക്കാരെ കൂട്ടി ഈ ശവശരീരങ്ങൾ മറവ് ചെയ്യുന്ന തിരക്ക്. ഇടിഞ്ഞു വീണ കൽക്കൂനയിൽ നിന്ന് മക്കൾ, മരുമക്കൾ, കുഞ്ഞുമക്കൾ ഇവരുടെ മൃതശരീരം കണ്ടെടുക്കൽ. ടു മച്ച്, ബിയോണ്ട് ഇമാജിനേഷൻ. ഭാര്യയെ ബാല്യക്കാര്യത്തെയുള്ള ശുശ്രൂഷയ്ക്കായി ഏൽപ്പിച്ചു. മക്കളുടെ തിരിച്ചറിയാനാവാത്ത ശവശരീരങ്ങൾ ശീലയിൽ പൊതിഞ്ഞ് മുറ്റത്ത് നിരത്തി വെച്ചിരിക്കുന്ന കാഴ്ച ഏതൊരു ശിലാഹൃദയനെയും തകർത്ത് കളയും. 50-നോടടുത്ത് ശവശരീരങ്ങൾ. ആർക്ക് കണ്ടു നിൽക്കാനാകും? ആ അമ്മ മയക്കത്തിൽ ഉണർന്നോ? അവർക്ക് സുബോധമുണ്ടോ? ഇതിന് ദൃക്സാക്ഷിയായോ എന്നൊക്കെ കേൾവിക്കാർ ഊഹിക്കേ വഴിയുള്ളൂ. ഒരുപക്ഷെ ഈ കാഴ്ച അവർ കാണാനിടയില്ല. കാരണം ആരും അവരെ അനുവദിച്ചു കാണില്ല. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങളെപ്പറ്റി തകർന്നു തരിപ്പണമായ ശവശരീരങ്ങൾ എന്ന് ആ അമ്മയ്ക്ക് ഒരു ഓർമ്മയുണ്ടാകില്ല എന്ന് ആശ്വസിക്കാം. എത്ര ദിവസം കഴിഞ്ഞാണ് അദ്ദേഹം ആ ഭവനത്തിലൊന്നും ഇരുന്നിട്ടുണ്ടാവുക എന്നറിയില്ല. ഒരുവിധം അദ്ദേഹം ഭാര്യയെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു വരികയാണ്. ആഴ്ചകൾ 2-3 കാണും. അതിനിടയിൽ എത്ര പ്രാവശ്യം ആ അമ്മയ്ക്ക് ബോധക്ഷയമുണ്ടായെന്നും അറിയില്ല. അവരുടെ മാനസിക നില തന്നെ തെറ്റിക്കാണും. എങ്കിലും അവർ അന്യോന്യം ആശ്വസിപ്പിച്ചൊക്കെ ദിവസങ്ങൾ തള്ളി നീക്കി. അതിനിടയിലും 1000-ഓളം അനാഥരായ കുടുംബങ്ങൾ അദ്ദേഹത്തിന്റെ ആശ്വാസവും സ്വാതന്ത്ര്യവും വേണ്ടിയവർ ചുറ്റുപാടുമുണ്ട്. അവരൊക്കെ ആ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാവും. എല്ലാം അംഗീകരിച്ച് ഒരുവിധം സാധാരണ ജീവിതത്തിലേക്ക് അവർ മെല്ലെ മെല്ലെ കടന്നു വന്നു. അങ്ങനെ ബാല്യക്കാരുടെ ശുശ്രൂഷയും പരിചരണവും നിർബന്ധവും ഒക്കെ കൊണ്ട് ആ മാതാവ് അല്പം ആഹാരമൊക്കെ കഴിച്ചു തുടങ്ങും. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം കുറെ കൂടി ഉറങ്ങട്ടെ എന്ന് കരുതി പ്രിയ ഭാര്യ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. കുറെ കഴിഞ്ഞ് അല്പം പ്രഭാത ഭക്ഷണമൊക്കെ ഒരുക്കി ഭർത്താവിനെ വിളിക്കാനായി മുറിയിൽ ചെന്നു. അദ്ദേഹത്തെ അവിടെ കാണുന്നില്ല. വിളിച്ചുകൊണ്ട് അവിടെയൊക്കെ നോക്കി. പൂമുഖത്തും കാണുന്നില്ല. പുറത്തു വന്നപ്പോൾ ദാ മുമ്പ് സംഭവിച്ചതിനേക്കാൾ ഭയാനകം. ദുസ്സഹമായ ശിശിരത്തിൽ വൃക്ഷത്തിലെ അവസാന ഇലയും തള്ളിക്കളയാൻ ആഞ്ഞടിക്കുന്ന കാറ്റുപോലെ സാത്താൻ ആഞ്ഞടിച്ചു. ദേഹം മുഴുവൻ ഉച്ചമൊരു ഉള്ളങ്കാൽ വരെ പരുക്കൽ നിറഞ്ഞ് ചാരത്തിലിരുന്ന് ചൊറിയുന്ന ഭർത്താവ്. ആര് കണ്ടാലും മറയ്ക്കുന്ന കാഴ്ച. സമനില തെറ്റാൻ വേറെന്തു വേണം? ഏതിനുമില്ലേ ഒരു ത്രെഷോൾഡ് ലെവൽ, ഒരു ലിമിറ്റ്, ഒരു പരിധിയൊക്കെ. ഒരു ബലൂൺ എത്ര വരെ വീർപ്പിക്കാൻ പറ്റും? പരിധി കഴിഞ്ഞാൽ അത് പൊട്ടും. തകർന്ന മനസ്സുള്ള തളർന്ന ശരീരത്തിലെ നാവ് ഒരു നിമിഷം സാത്താൻ വേഗം കയ്യിലെടുത്തു. ഇനിയും ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മരിച്ചു കളയാം. ആ മാതാവ് പറഞ്ഞു. അതെ, പറഞ്ഞതാണ്. പിന്നെ അവർ ബോധമറ്റ് താഴെ വീണോ, കരഞ്ഞോ, ചിരിച്ചോ, ഭ്രാന്തിയായോ എന്നൊന്നും നമുക്കറിയില്ല. ഈ സംസാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാതാവിനെ ദുഷ്ടസ്ത്രീ ഭർത്താവിന് തുണ നിന്നില്ല എന്നൊക്കെ നാം പറയുന്നത്. ദുരന്ത പെരുമഴയിൽ കരകാണാൻ കയത്തിലേക്ക് കൂപ്പുകുത്തിയ കുടുംബം.
നിരാശയുടെ തമോഗർത്തത്തിൽ അകപ്പെട്ട മാതാവ് ആ സഹോദരിയുടെ വീട്ടുമുറ്റത്ത് ചെന്ന് ആ ഷൂസിൽ കയറി നിന്ന് അല്പനേരം ഒന്ന് കണ്ണടച്ച് മൗനമായി. സഹോദരി ഒന്നും അറിയാതെ ചിന്തിച്ച് പറഞ്ഞത് ക്ഷമിക്കണം എന്ന് നാം പറയണം. അല്പനേരം അവിടെ നിൽക്കുക, പിന്നെ മടങ്ങുക. ഇങ്ങനെ നാം ആരെയെല്ലാം എന്തിനെല്ലാമാണ് നമ്മുടെ അല്പമായ അറിവ് വെച്ച് വിമർശിക്കുന്നത്, വിധിക്കുന്നത്. സാഹചര്യങ്ങളൊന്നും നാം അറിയുന്നില്ല, അതുകൊണ്ട് തന്നെ വിധിക്കരുത്. പിന്നെ ഇപ്പോൾ ഫോട്ടോഗ്രാഫിയൊക്കെ വളരെ വികസിച്ചു കഴിഞ്ഞു. ഒരു മനോഹരമായ കെട്ടിടം, പൂന്തോട്ടം, ചുറ്റുമതിൽ. ഇങ്ങനെ ഒരു വീടിൻ്റെ ഓരോ വശങ്ങളിൽ നിന്നും നോക്കിയാൽ ഓരോ കാഴ്ചയാണ് ലഭിക്കുന്നത്, അല്ലേ? മുഴുഭംഗി അറിയില്ലല്ലോ. എന്നാൽ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന സംവിധാനം ഡ്രോൺ വെച്ച് ഒരു ഫുൾ പിക്ചർ കിട്ടിയാലോ നമുക്കതിൻ്റെ ഒരു ഭംഗി വിലയിരുത്താം. അല്ലാത്തതൊക്കെ വികലം, അപര്യാപ്തം, പൊട്ടക്കണ്ണന്മാർ ആനയെ കണ്ട പോലെ. ഏത് കാര്യത്തെപ്പറ്റിയും മുകളിൽ നിന്നുള്ള ഒരു വ്യൂ മുകളിലുള്ള ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് തന്നെ വിധിക്കുക, വിമർശിക്കുക, പിന്നെ നാവുകൊണ്ട് പാപം ചെയ്ത് ദൈവകോപം കൂട്ടുക, ഇത് നാം ചെയ്യാതിരിക്കാൻ വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് ഓരോ വ്യക്തികളും പല മാനസിക ശാരീരിക പ്രയാസങ്ങൾ കൂടി കടന്നു പോവുകയാണ്. കുറവുകൾ കണ്ടുപിടിക്കാതെ സാരമില്ല എന്ന് പറയുക, വിട്ടുകളയുക, ക്ഷമിക്കുക, ആരെങ്കിലും ഒക്കെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. ഒരു വാക്കുകൊണ്ടെങ്കിലും പ്രോത്സാഹിപ്പിക്കുക, വളർത്തിയില്ലെങ്കിലും തളർത്തരുത്, വാക്കുകൾ കൊണ്ട് കൊല്ലരുത്. ഒരുപാട് കുറവുകൾ ഉണ്ടായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർക്ക്. എന്നാൽ അവസാനത്തോളം അവരെ ചേർത്ത് പിടിച്ച കർത്താവിൻ്റെ കരുണയാണ് നാമും ഇന്ന് നിലനിന്ന് പോരുന്നതെന്ന് മറക്കാതിരിക്കുക. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവൻ്റെ ദയയത്രേ. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം. ആ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുന്ന ചിലരെ നാളെ നാം കണ്ടുമുട്ടും. അതുവരെ സർവകൃപാലുവായ ദൈവം നമ്മെ തൻ്റെ ദിവ്യ സമാധാനത്തിൽ കാക്കുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.